കേരളത്തിലെ ഹിന്ദുത്വയുടെ ആശയപ്രചാരകനും കടുത്ത വർഗീയവാദിയുമായ ടി.ജി. മോഹൻദാസ് ദില്ലിയിലെ ജൻസി പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നടത്തിയ ചില പരാമർശങ്ങൾ ഇതിനകം വലിയ വിവാദങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിലും ജനങ്ങൾക്കിടയിലും ടി.ജി. മോഹൻദാസിനെതിരായ ട്രോളുകളും ആക്രമണങ്ങളും എതിർപ്പുകളും ഒക്കെ രൂപപ്പെട്ടു കഴിഞ്ഞു. നിരവധി സംഘടനകൾ മോഹൻദാസിൻ്റെ പരാമർശങ്ങൾക്കെതിരെ പരസ്യമായി രംഗത്ത് വരികയും പല പോലീസ് സ്റ്റേഷനുകളിലും പരാതികൾ എത്തുകയും ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ RSSൻ്റെ ഒരു ബുദ്ധിജീവി എന്ന് ന്യായമായും വിളിക്കപ്പെടാൻ യോഗ്യതയുള്ള ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ പ്രധാനികളിൽ ഒരാളായിരുന്ന ടി.ജി. മോഹൻദാസ് ദില്ലിയിലെ പ്രക്ഷോഭത്തെ വളരെ മ്ലേച്ഛമായാണ് കണ്ടത്. താൻ അധികാരത്തിലുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ ഒക്കെ ആണെങ്കിൽ ഈ പ്രക്ഷോഭത്തിന് വന്ന ചെറുപ്പക്കാരെ മുഴുവൻ വെടിവെച്ചിടുമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം. അങ്ങനെ വെടിവെച്ച് കുട്ടികളുടെ ശവം വീണ് കഴിയുമ്പോൾ അതെല്ലാം കൂടി പെറുക്കി കൂട്ടി ആശുപത്രിയിൽ കൊണ്ടുപോയിടും. രണ്ടാമത്തെ കാര്യം, ഈ പെൺകുട്ടികളെയൊക്കെ ബലാത്സംഗം ചെയ്ത് പീഡിപ്പിച്ച് വിടേണ്ടതാണ്, അതാണ് അവരാഗ്രഹിക്കുന്നതെന്നാണ് മോഹൻദാസിൻ്റെ മറ്റൊരു കണ്ടെത്തൽ. മൂന്നാമത്തെ കാര്യം, ഇതൊക്കെ രാജ്യദ്രോഹപരമായ പ്രക്ഷോഭങ്ങളായതുകൊണ്ട് പ്രക്ഷോഭങ്ങളെ പാടില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ എത്തിക്കാൻ ദില്ലിയിലെ ഭരണാധികാരികൾക്ക് നട്ടല്ലില്ല എന്നാണ് പറയാതെ മോഹൻദാസ് പറയുന്നത്. എന്തായാലും മോഹൻദാസ് ആഗ്രഹിച്ചത് നടന്നിട്ടുണ്ട്. കാരണം ചേർത്തലയിൽ തൻ്റെ പിതാവ് ഗോവിന്ദ നായ്ക്കരുടെ കൈപിടിച്ച് RSSൻ്റെ ശാഖകളിൽ പോയിക്കൊണ്ടിരുന്ന കാലം മുതൽക്ക് സ്വാംശീകരിച്ച ഹിന്ദുത്വ ഭീകരത അത് എത്രത്തോളം അപകടകരമാണ് എന്ന് ലോകത്തെ അറിയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ RSS ഈ മനുഷ്യനുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്ന പ്രസ്താവനയും പുറത്തിറക്കിയിട്ടുണ്ട്. സമീപകാലത്തൊന്നും RSSൻ്റെതായ ഒരു പ്രസ്താവന മാധ്യമങ്ങളിലേക്ക് വന്ന അനുഭവമില്ല. പ്രസ്താവനകളൊന്നും എഴുതേണ്ടാത്തതുകൊണ്ട് ലെറ്റർ പാഡ് പോലും അടുപ്പിക്കാതിരിക്കുകയായിരുന്നു RSSൻ്റെ കേരളത്തിലെ നേതൃത്വം എന്നാണ് ചിലരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ടി.ജി. മോഹൻദാസ് പറഞ്ഞതുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് RSS പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരാൻ പോകുന്ന അപകടത്തെക്കുറിച്ച് അവർക്ക് നന്നായി ബോധ്യമുണ്ട്. എന്നാൽ ടി.ജി. മോഹൻദാസിൻ്റെ കടുത്ത ആരാധകർ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സംഘം മോഹൻദാസിനെ കൈയൊഴിഞ്ഞത് ശരിയായില്ല എന്ന വിമർശനവുമായി സോഷ്യൽ മീഡിയയിൽ നിറയുന്നുമുണ്ട്. എന്താണ് ടി.ജി. മോഹൻദാസിനെ ഇത്തരമൊരു കടുത്ത അഭിപ്രായ പ്രകടനത്തിന് പ്രേരിപ്പിച്ചത്? ഒന്നാമത്തെ കാര്യം, അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള താൻ സ്വാംശീകരിച്ച RSSൻ്റെ ആശയങ്ങൾ പരസ്യമായി വെളിപ്പെടുത്തി എന്നുള്ളതാണ്. എത്രയോ കാലമായി അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എല്ലാ ചാനലുകളിലും പോയിട്ട് RSSന് വേണ്ടി, സംഘപരിവാറിന് വേണ്ടി ഉള്ള ആശയപ്രചരണമാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പലപ്പോഴും RSSുമായി ചേർന്ന് പോകാത്ത അഭിപ്രായ പ്രകടനങ്ങൾ അദ്ദേഹത്തിൻ്റെതായി മുൻപും ഉണ്ടായിട്ടുണ്ട്. ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ ഉപാധ്യക്ഷനായിരിക്കെ അതിൻ്റെ അധ്യക്ഷനായ P. പരമേശ്വരനെ കുറിച്ച് വളരെ വിനയം കുറഞ്ഞ ഭാഷയിൽ സംസാരിക്കുകയും ഭാരതീയ വിചാര കേന്ദ്രം എന്ന് പറയുന്നത് ഒരു ഭജന സംഘമാണ്, ഒരാൾ ഭജന പാടുന്നു ബാക്കിയുള്ളവരൊക്കെ ഏറ്റുപാടുന്നു എന്ന് വിമർശിക്കുകയും ചെയ്തയാളാണ് ടി.ജി. മോഹൻദാസ്. CPMുമായി ഒരു രാഷ്ട്രീയ ധാരണയിൽ എത്തിയിട്ട് മുന്നോട്ട് പോവുകയാണ് കേരളത്തിൽ BJPക്ക് വളരാനുള്ള വഴിയെന്ന് കേസരി വാരികയിൽ ലേഖനം എഴുതിയതുകൊണ്ട് നടപടി നേരിട്ട ആളും കൂടിയാണ് മോഹൻദാസ്. അതുമാത്രമല്ല, അദ്ദേഹം യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഒന്നും ആരാധകനല്ല. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നേതാവ് സുബ്രഹ്മണ്യസ്വാമിയാണ്. സുബ്രഹ്മണ്യസ്വാമിയുടെ പാർട്ടിയിൽ ചേരുകയും സുബ്രഹ്മണ്യസ്വാമിയെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവായി കാണുകയും ചെയ്യുന്ന മോഹൻദാസിന് മോദിയോടോ അമിത്ഷായോടോ വിശേഷിച്ച് കൂറൊന്നുമില്ല. അതുകൊണ്ടാണ് മോദിക്കും അമിത്ഷായ്ക്കുമൊന്നും സമരങ്ങളെ കൈകാര്യം ചെയ്യാൻ അറിയില്ല എന്ന് പറയാതെ മോഹൻദാസ് പറഞ്ഞു വെച്ചത്. മോദിക്കും അമിത്ഷായ്ക്കും ഒന്നും ആളുകളെങ്ങനെ കൂട്ടമായി വെടിവെച്ചിടാനുള്ള നട്ടലില്ല, ഞാനാണെങ്കിൽ അതൊക്കെ ചെയ്തേനെ എന്നാണ് മോഹൻദാസിൻ്റെ ഈ പരസ്യമായ പ്രഖ്യാപനത്തിൻ്റെ ഉള്ളിലെ പൊരുള്. പക്ഷേ അത് ആ നിലയ്ക്ക് ഏറ്റെടുക്കാൻ സംഘപരിവാറിന്
സാധ്യമല്ല. കാരണം സംഘപരിവാറിന് അവരുടെ ആശയങ്ങൾ വളരെ പൊതിഞ്ഞ് പ്രചരിപ്പിക്കുന്നവരോടാണ് താല്പര്യം. തീവ്രമായി പറയുന്ന ആളുകളെ ആ നിലയ്ക്ക് പ്രോത്സാഹിപ്പിച്ചാൽ കേരളം പോലുള്ള പ്രദേശങ്ങളിൽ വലിയ തിരിച്ചടി വരും എന്നവർക്കറിയാം. അതുകൊണ്ടാണ് അവർ നിഷേധക്കുറിപ്പുമായി പുറത്തിറങ്ങിയത്. കേരളത്തിൽ ഒരു കപിൽ മിശ്ര ആവശ്യമില്ല എന്ന്, ഒരു അനുരാഗ് ഠാക്കൂർ ആവശ്യമില്ല എന്ന് നന്നായി അറിയാവുന്നത് RSSന് തന്നെയാണ്. കേരളത്തിൽ പരമാവധി വെള്ളാപ്പള്ളി നടേശൻ വരെയോ ശശികല വരെയോ RV ബാബു വരെയോ വത്സൻ തില്ലങ്കേരി വരെയുള്ള ആളുകളെ അവർക്ക് ആവശ്യമുള്ളൂ. അവരെ കൊണ്ട് മാത്രമേ ഗുണമുള്ളൂ. മോഹൻദാസിനെ പോലുള്ളവർ വലിയ ദോഷം ചെയ്യുമെന്ന് സംഘികൾക്കറിയാം, സംഘപരിവാറിനറിയാം. പക്ഷേ മോഹൻദാസിനെ സംബന്ധിച്ച് ഇപ്പോൾ നല്ല കാലമാണ്. കാരണം എല്ലായിടത്തും TG മോഹൻദാസിൻ്റെ വാക്കുകൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ ചാനലിനെ കുറിച്ച് ആളുകൾ സംസാരിക്കുന്നുണ്ട്. ഒരുപക്ഷെ കാര്യമായിട്ട് ആരും കാണാത്ത ഒരു യൂട്യൂബ് ചാനലിനകത്ത് ഇത്തരമൊരു ആശയം വരുമ്പോൾ അത് ആളുകൾ തെരഞ്ഞുപിടിച്ച് കാണാനുള്ള താല്പര്യം ഉണ്ടാവും. അങ്ങനെ ഒരു വലിയ പബ്ലിസിറ്റി കിട്ടും. പോലീസ് വന്ന് അറസ്റ്റ് ചെയ്യുകയോ റിമാൻഡ് ചെയ്യുകയൊക്കെ ചെയ്താൽ, കോടതി റിമാൻഡ് ചെയ്യുകയൊക്കെ ചെയ്താൽ അതും ഒരു പബ്ലിസിറ്റിയാണ്. അങ്ങനെ കേരളത്തിൽ TG മോഹൻദാസ് നിറഞ്ഞു നിൽക്കും. എന്തായാലും ഒരു 2 ആഴ്ചത്തേക്കെങ്കിലും ഈ പേര് ആളുകളുടെ മനസ്സിലുണ്ടാവും. സംഘപരിവാറിന് ബുദ്ധിമുട്ടുണ്ടായാലും ഇല്ലെങ്കിലും TG മോഹൻദാസിനെ സംബന്ധിച്ച് ഇതൊരു ചാകരയാണ്, ഒരു ലോട്ടറിയാണ്. അതിൽ അദ്ദേഹം സന്തുഷ്ടനാണ്. കാരണം ഏതെങ്കിലും നിലയ്ക്കൊക്കെ പേര് വരിക എന്നുള്ളത്, പബ്ലിസിറ്റി കിട്ടുക എന്നുള്ളത് അദ്ദേഹത്തിനും ആഗ്രഹമുള്ള കാര്യമാണ്. ഇനിയൊരു കേസിൽപ്പെട്ട് റിമാൻഡ് ചെയ്യപ്പെട്ടാൽ അത് അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു വലിയ ബഹുമതിയാണ്. കാരണം സംഘപരിവാറിൻ്റെ ആശയത്തിന് വേണ്ടി ശബ്ദിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് തടവറയിലേക്ക് പോകാൻ കഴിയുന്നുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ ജനാധിപത്യ മതനിരപേക്ഷ സമൂഹത്തിനകത്ത് ഇതങ്ങനെ ചിരിച്ചു തള്ളിവിടാവുന്ന ഒരാശയമല്ല. മോഹൻദാസ് പറഞ്ഞത് വലിയ സാമൂഹ്യ സംഘർഷം ഉണ്ടാക്കുന്ന, വിഭജനം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പുതിയ തലമുറയിലെ ചെറുപ്പക്കാരെ, പ്രത്യേകിച്ച് പെൺകുട്ടികളെ വലിയ തോതിൽ അവഹേളിക്കുകയാണ് മോഹൻദാസ് ചെയ്തത്. അതുകൊണ്ട് മോഹൻദാസിനെതിരെ കർക്കശമായ നടപടിയെടുക്കേണ്ട ബാധ്യത കേരള ഗവൺമെൻറ്റിനുണ്ട്, കേരള പോലീസിനുണ്ട്, കേരളത്തിലെ കോടതികൾക്ക് പോലും അത്തരമൊരു ധാർമ്മികമായ ചുമതലയുണ്ട്. കോടതികളും പോലീസും മാധ്യമങ്ങളുമൊക്കെ ഈ ധാർമ്മികമായ ചുമതല ഏറ്റെടുക്കുമെന്ന് നമുക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാവുന്നതാണ്.